സമാധാനത്തിന്റെ രാഷ്ട്രീയ സന്ദേശമായെത്തിയ UDF സ്ഥാനത്ത് ഷാഫി പറമ്പിലിനെ സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കൂട്ടം നെഞ്ചോട് ചേർത്തു. സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്താൻ ആളുകൾ തിങ്ങിക്കൂടി. കഠാരുടെ രാഷ്ട്രത്തെ മണ്ഡലത്തിന് പുറത്തു നടത്താനും സമാധാനത്തിന്റെ വഴികൾ സ്വീകരിക്കാനും സ്ഥാനാർത്ഥി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സമാധാനത്തിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ വോട്ട്, പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ വോട്ട്. ഈ കൊടി ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയാണ്, ഈ ചിഹ്നവും ഈ വണ്ടിയും ഒക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രിയാണ്. പക്ഷെ ഒരു ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത്? ഒരു ബോംബ് കൊണ്ട് എന്താണ് നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഗുണം? ഈ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ ബോംബ് പൊട്ടി ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല, പക്ഷെ ഒരു കുടുംബത്തിന്റെ മകനാണ്. ഞങ്ങളുടെ ബന്ധുവല്ല, പക്ഷെ ഒരു കുടുംബത്തിന് ബന്ധുവാണ്. ആ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ ഒരുപക്ഷെ ഈ പറയുന്ന ചെറുപ്പക്കാരിലായിരിക്കാം. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഈ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഇനി ഇവിടെ വേണ്ട എന്നൊരു ജനത തീരുമാനിച്ചാൽ അതിനെ നിലക്ക് നിർത്താൻ നമുക്ക് പറ്റും. പാനൂരിൽ നടന്ന സമാധാന സന്ദേശയാത്രയ്ക്ക് ശേഷം മുത്താറിപ്പേടിക പരിസരത്ത് നിന്നാണ് കൂത്തോർമ നിയോജകമണ്ഡലം പര്യടനത്തിന് തുടക്കമായത്. ഇനിയൊരു കുടുംബത്തിലും വിധ്വംസക രാഷ്ട്രീയത്തിന്റെ പേരിൽ കണ്ണീർ വീഴരുതെന്ന ആഹ്വാനത്തെ കരഘോഷം മുഴക്കിയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. ബോംബ് പൊട്ടി CPM പ്രവർത്തനം കൊല്ലപ്പെട്ട പാനൂരിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം സമാധാനത്തിന്റെ സന്ദേശമായി സ്ഥാനാർത്ഥി എത്തി. വഴിയിലുടനീളം കാത്തുനിന്നവരോട് സംസാരിച്ചും ചിത്രങ്ങൾ എടുക്കുവാനും ഷാഫി സമയം കണ്ടെത്തി. ഈ നാടിനൊപ്പം എന്നും ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് ഷാഫി മടങ്ങിയത്. ഞാൻ തീർത്തു പറയുന്നു, എന്നാലാവും വിധം ഈ നാടിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നാടിന്റെ ശബ്ദമാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നാടിന് വേണ്ടത് കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാൻ കഴിയും. ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ബോംബ് കൊടുക്കാനല്ല, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് വാള് കൊടുക്കാനല്ല, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് കത്തി കൊടുക്കാനല്ല, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് പുസ്തകം കൊടുക്കാൻ, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് പേന കൊടുക്കാൻ, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ബോൾ കൊടുക്കാൻ, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ബാറ്റ് കൊടുക്കാൻ. ഒരുപാട് ചരിത്രമുള്ള ഈ മണ്ണ്, ഈ കെട്ടിനുൾപ്പെടെയുള്ള ഒരുപാട് ചരിത്രമുണ്ട്. ഈ നാടിന്റെ മഹത്തായ ചരിത്രവും ഈ നാടിന്റെ ഭാവിയും തമ്മിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം നൽകണമെന്ന് ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, എനിക്കൊരു വോട്ട് ചെയ്തതിന്റെ പേരിലോ എനിക്ക് വേണ്ടി ഒരു വോട്ട് ചോദിച്ചതിന്റെ പേരിലോ നിങ്ങൾ ഒരാളുടെ മുന്നിലും തലകുടിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. കൂത്തുപറമ്പിന്റെ കൂടെ ഉണ്ടാകും, വടകരയുടെ കൂടെ ഉണ്ടാകും, ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. നമുക്ക് ഒത്തൊരുമിച്ച് വർഗീയതയെ പരാജയപ്പെടുത്താം, നമുക്ക് ഒത്തൊരുമിച്ച് ഫാസിസത്തെ പരാജയപ്പെടുത്താം, നമുക്ക് ഒത്തൊരുമിച്ച് ബോംബിന്റെ രാഷ്ട്രീയത്തെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാം, നമുക്ക് ഒത്തൊരുമിച്ച് സമാധാനത്തിന് വേണ്ടി എത്തിക്കാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണമെന്നും നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്കൊരു അവസരം നൽകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. അക്രമ രാഷ്ട്രത്തിന് അറുതി വരുത്താൻ UDFന് വോട്ട് ചെയ്യാൻ ഷാഫി പറമ്പിൽ വോട്ടർമാരെ ആഹ്വാനം ചെയ്തു. ഏതുൽ സുരേഷിനൊപ്പം ധനിത്തിലാൽ SMB, ജയ് ഹിന്ദ് ന്യൂസ്, കണ്ണൂർ.